ക്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലർ ബൈ ഹാർട്ട് പഠിക്കാറുണ്ട്. അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുവാണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾക്ക് എക്സാമിനേഷനിൽ നിങ്ങളെ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി ബൈ ഹാർട്ട് പഠിക്കാൻ വയ്യ, എനിക്ക് അത്രയും മെമ്മറി പവർ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് അത്രയും ഇരുന്ന് പഠിക്കാൻ മടിയാണ്. സോ അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 7ൻ്റെ ടേബിൾ നമുക്കറിയാം. 7ൻ്റെ ടേബിൾ നമുക്കറിയാം അല്ലേ? 14 എന്ന് പറയുന്നത് എന്താണ്? 14 എന്ന് പറയുന്നത് 7 × 2 ആണ്. 14 എന്ന് പറയുന്നത് 7 × 2 ആണ്. 56 എന്ന് പറയുന്നത് 7 × 8 ആണ്. നമുക്ക് ഇവന്മാരെ ഇക്വേറ്റ് ചെയ്യുവാണ്. ഹിയർ വി ആർ ഇക്വേറ്റിംഗ് ദീസ് ടു വാല്യൂസ്. 14 എന്ന് പറയുന്ന വാല്യൂനെയും 56 എന്ന് പറയുന്ന വാല്യൂനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യുവാണ്. നോക്കിക്കോളൂ. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, രണ്ടുപേരും ക്യാൻസൽ ആവും. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. സോ 1 എന്ന് പറയുമ്പോൾ 4 എന്ന് കിട്ടും. ആ സെയിം ആൻസറാണ് എനിക്ക് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ അതിൻ്റെ വാല്യൂസ്, അതായത് എന്താണ് 14 അല്ലെങ്കിൽ എന്താണ് 56 ഇൻ ടേംസ് ഓഫ് 7, രണ്ട് ടേംസും നമുക്ക് സിമിലർ ആയ ടേംസ് സെയിം നമ്പേഴ്സ് കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ നോക്കിക്കോളൂ. 7 × 2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 14 കിട്ടുന്നത്. 7 × 8 ചെയ്യുമ്പോഴാണ് എനിക്ക് 15 കിട്ടുന്നത്. ഞാൻ 7ൻ്റെ ഡബിൾ എടുക്കുവാണ്, അതായത് ഞാനിവിടെ 7ൻ്റെ ഡബിൾ എടുക്കുവാണ്. ഡബിൾ എടുക്കുമ്പോൾ എനിക്ക് 14 കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കോളൂ. 7 × 2 അതിൻ്റെ കൂടെ എന്തോ ചെയ്യുമ്പം നമുക്കിപ്പോൾ ഒരു, അതിപ്പം എങ്ങനെയാണ് പറയുക, ഓക്കെ, 7 × 8 ആണ് എന്ത്? 56. 7 × 8 ആണ് 56. സോ ഈ 8നെ എനിക്ക് 7 × 2 × 4 എന്ന് എഴുതാൻ പറ്റും. അതാണ് 56. 7 × 2 എന്താണ്? 14 ആണ്. സോ 14 × 4 ആണ് 56. സോ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ ആൻസർ എനിക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക്, ചിലർക്കറിയാം 28ൻ്റെ ഡബിൾ ആണ് 56. ചില ആൾക്കാർക്കറിയാം 28ൻ്റെ ഡബിൾ ആണ് 56 എന്ന്. സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ. 28 എന്ന് പറയുന്നത് 14 × 2 ആണ്. × 2